കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ജൂലൈ മാസത്തിന്റെ ഒരു പ്രഭാതം കൂടി ദാനം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പ്രഭാതത്തില് മന്നയായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 53-ാം വാക്യമാണ്. അതിനെ ആധാരമാക്കി കർത്താവ് തിരുവത്താഴത്തെ കുറിച്ച് സംസാരിക്കുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളത്. തിരുവത്താഴത്തിന്റെ അർത്ഥം എന്താണ് എന്ന ഇന്നത്തെ വിഷയം. തിരുവത്താഴത്തിന്റെ അർത്ഥം എന്താണ്? യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. കർത്താവ് തന്റെ ഈ ലോകത്തിലെ ജീവിതകാലത്ത് ശിഷ്യന്മാരെ അനേക കാര്യങ്ങളുടെ അർത്ഥങ്ങൾ ഗ്രഹിപ്പിക്കുകയുണ്ടായി. പലതും ഉപമകളായിട്ടാണ് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. എന്നാൽ കർത്താവ് ഇവിടെ മനുഷ്യപുത്രന്റെ മാംസവും രക്തവും എന്ന് പറയുമ്പോൾ അക്ഷരം പ്രതി അങ്ങനെ തന്നെ വിശ്വസിച്ച് തിരുവത്താഴം ആചരിക്കുന്നതായ സഭാവിഭാഗങ്ങൾ ക്രിസ്തീയ കൂട്ടായ്മയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം തിരുവത്താഴം എന്ന് പറയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ആ അവസാന അത്താഴം കഴിച്ച് അവരോട് സംസാരിച്ച വചനങ്ങള് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലും നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ, പല കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും തോട്ടക്കാരനും. അത് പറയുന്നുണ്ട്. മുന്തിരിയുടെ രസത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അനേക കാര്യങ്ങള് ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ ഇരുന്നു എന്നും വേദപുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ, ഈ കാലങ്ങളിലും അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കാതെ അതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ നമുക്കതിൽ പങ്കാളിത്തം വഹിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ആ ശുദ്ധമായ കർത്താവ് നൽകുന്ന ആ തിരുവത്താഴത്തിന്റെ സാദൃശ്യത്തെ കുറിച്ച് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പത്തെക്കുറിച്ചും വീഞ്ഞിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വേദപുസ്തകം. വീഞ്ഞെന്ന് പറയുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ വീഞ്ഞ് പുളിച്ച് അത് പുളിരസമുള്ള വീഞ്ഞല്ല, പുതുവീഞ്ഞാണ്. അത് ലഹരിയുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലഹരിയുള്ള വീഞ്ഞെന്ന് പറയുമ്പോൾ ഈസ്റ്റ് ചേർത്ത വീഞ്ഞാണ്. ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം പുളിപ്പിനെ പുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. പുളിപ്പ് വേദപുസ്തകത്തിൽ പാപത്തെ പ്രതിനിധീകരിക്കുന്നതായിട്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. യെശയ്യാവിന്റെ പുസ്തകത്തില് 65-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് അതിനെ നശിപ്പിക്കരുതെന്നാണ്. മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചാറ്, ശുദ്ധമായ മുന്തിരിച്ചാറ്, അതാണ് അതിന്റെ അർത്ഥം. അത് നശിപ്പിക്കരുതെന്നാണ് യെശയ്യാവിന്റെ പ്രവചനത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നൽകിയതായ ആ വീഞ്ഞും ആ അപ്പവും, സാക്ഷാൽ വീഞ്ഞും സാക്ഷാൽ അപ്പവും, അതിനകത്ത് കർത്താവിന്റെ ശരീരത്തെ പ്രതിനിധീകരിക്കുവാൻ തക്കവണ്ണമാണ് അപ്പത്തെ സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ രക്തത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി മുന്തിരി ചാറും നൽകിക്കൊണ്ട് അവരോട് പറയാണ്, നിങ്ങൾക്ക് എന്നോട് പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ എന്നോടൊപ്പം ഇത് ആസ്വദിക്കണം. ഇനിയും ഞാൻ കർത്താവ് വീണ്ടും വരുന്നത് വരെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഇത് ഈ ഭൂമിയിൽ ചെയ്യത്തില്ല. പിന്നെ അവരെന്ത് ചെയ്യണം? എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യണമെന്ന് അവരോട് പറയുന്നതായിട്ട് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ, കർത്താവിന്റെ ശരീരം നുറുക്കപ്പെട്ട് മാനവരാശിക്ക് വേണ്ടി, പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അവിടുത്തെ ശരീരം നുറുക്കപ്പെട്ടു. അതുപോലെ അത് പല പ്രോസസ്സുകളിൽ കൂടെയാണ് ഈ അപ്പം നമ്മുടെ കരങ്ങളിൽ വരുന്നത്. അതുപോലെ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ ആ ശരീരത്തെ സൂചിപ്പിക്കുന്നതായ അപ്പത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാട്, അതിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു അനുഭവമാണ് തിരുവത്താഴത്തിൽ നാം പങ്കാളിയായി അപ്പം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടതായ കാര്യം. അത് ഉദാസീനതയോടും അലക്ഷ്യമായിട്ടും ഒരാചാരമായിട്ടും എടുക്കുവാനുള്ളതല്ല. മറിച്ച്
കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ ആ മെഡിറ്റേഷൻ നമ്മെ ഭരിച്ചുകൊണ്ട് വേണം ആ തിരുവത്താഴത്തിൽ നാം പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം. അതുപോലെ കർത്താവിന്റെ രക്തത്തെ ധാരധാരയായി കാൽവരിയുടെ മേട്ടിൽ നമുക്കായി ഊറ്റിത്തന്ന രക്തത്തെ പ്രതിനിധീകരിക്കുന്ന മുന്തിരിച്ചാറ്, വെറും മുന്തിരിച്ചാറ്, പക്ഷേ കർത്താവിന്റെ രക്തത്തെ സാദൃശീകരിക്കുകയാണ്. തിരുവത്താഴം അത് ആസ്വദിക്കുമ്പം പ്രാർത്ഥിക്കുമ്പം വീഞ്ഞ് രക്തമായി തീരുന്നില്ല, അപ്പം മാംസമായും തീരുന്നില്ല. അതങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ മെഡിറ്റേഷനിൽ, നമ്മുടെ ആ ചിന്തയില് കർത്താവിനോട് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണം നമ്മെ സമർപ്പിച്ച്, നമ്മെ താഴ്ത്തി സമർപ്പിച്ച്, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ അവിടുത്തെ ശരീരം, എനിക്ക് വേണ്ടി ഊറ്റിത്തന്നതായ അവിടുത്തെ രക്തം, എന്റെ പാപമോചനത്തിനും എന്റെ ശുദ്ധീകരണത്തിനും എന്റെ വിശുദ്ധീകരണത്തിന്റെ ജീവിതത്തിനും ഇത് ആവശ്യമാണ് എന്നെന്റെ ഉള്ളത്തിൽ വാഞ്ചയോടെ അത് അനുഭവിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു അനുഭവമായി തീരുന്നത്. ഈ തിരുവത്താഴത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഏതെങ്കിലും രീതിയിൽ അതൊരു ആചാരമായിട്ട് അത് പോയി എടുത്തത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവത്തില്ല. അലക്ഷ്യമായി അത് എടുത്താൽ നാം രോഗികളായി തീരത്തേ ഉള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവത്താഴത്തിന്റെ ആ ആത്മീയാർത്ഥം, അതിന്റെ ആ പാരമ്യതയിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ തിരുവത്താഴത്തിലും കർത്താവുമായിട്ട് താതാത്മ്യപ്പെടുന്നതായ അവിടുത്തെ ആ മരണത്തെയും അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം ഇനിയും അവനെ ക്രൂശിക്കുന്നവരായി തീരാതെ ഇരിപ്പാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, കഴുകലിന്റെ അനുഭവത്തിൽ നാം പുതുക്കപ്പെടുവാൻ തക്കവണ്ണം ഓരോ തിരുവത്താഴവും നമ്മെ സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പമാണ് ആ കർത്താവിന്റെ ശരീരത്തെ കാണിക്കുന്നത്. പെസഹ കുഞ്ഞാട്, പെസഹ അപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടെ ഒരു പുളിപ്പിന്റെ അനുഭവമേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് തിരുവത്താഴത്തിന്റെ അപ്പത്തെക്കുറിച്ചും വീഞ്ഞിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അത് കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും സാദൃശീകരിക്കുന്നതായ അപ്പവും വീഞ്ഞും മുന്തിരിച്ചാറുമായിരുന്നു. അത് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു രൂപമാറ്റവും വരുന്നില്ല, മറിച്ച് അത് ആ പങ്കാളിത്തത്തിലേക്ക് നാം ചെല്ലുമ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനായിട്ട് ഈ തിരുവത്താഴത്തിന്റെയും തിരുവത്താഴത്തിന് ഉപയോഗിക്കുന്ന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ പ്രവർത്തിയിൽ നമ്മൾ ആ പങ്കാളിത്തം ഉള്ളവരാകുമ്പോഴൊക്കെയും അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുമ്പോൾ ആ പങ്കാളികളായി തീരുന്ന സമയത്തെല്ലാം ഈ ചിന്ത നമ്മെ ഭരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ജീവന്റെ വചനവും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഒരുങ്ങുകയും കർത്താവ് വരുവോളം അവിടുത്തെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ജീവിപ്പാൻ, അവിടുത്തെ മരണവും പുനരുത്ഥാനവും ഉയർപ്പും നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് തന്നിട്ടുള്ള മാതൃകകളും പിന്തുടരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, അനുഗ്രഹമേറിയ ഒരു പാഠം കൂടി പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ ശരീരത്തെ സൂചിപ്പിക്കുന്ന അപ്പത്തെക്കുറിച്ചും അവിടുത്തെ രക്തത്തെ സൂചിപ്പിക്കുന്ന വീഞ്ഞിനെ കുറിച്ചും ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ അടിയങ്ങളെ സാധ്യമാക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അടിയങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും അവിടുത്തെ മരണത്തെയും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെയും സ്മരിച്ചുകൊണ്ട് കർത്താവിൽ താതാത്മ്യപ്പെട്ട് അവിടുത്തെ ഭാവത്തിലേക്ക് വരുവാൻ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വിടുതലും സൗഖ്യവും നൽകണമേ നാഥനെ. അടിയങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ പരിജ്ഞാനത്തിൽ ജീവിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായിട്ട് അടിയങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ വരവിൽ പ്രത്യാശ വെച്ച് കർത്താവെ ഈ നശ്വര ലോകത്തില് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിച്ചു കൊള്ളണമെന്ന് ഏടിയകൾക്കായി വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.